ഈ എമ്പുരാന്റെ പ്രതിഷേധം ബാധിച്ചിരിക്കുന്നത് ഗോകുലം ഗോപാലനാണ്. അദ്ദേഹത്തിന്റെ വലിയ വ്യവസായമാണല്ലോ നമ്മുടെ ഇന്ത്യയിൽ ഉടനീളമുള്ളത്. അതിൽ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലാണല്ലേ. തമിഴ്നാട്ടിൽ ആ ഗോകുലം ഗോപാലിനെതിരെ തന്നെ നേരിട്ട് തന്നെ ഒരു പ്രക്ഷോഭത്തിലേക്ക് അവിടുത്തെ കർഷകർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണല്ലോ. ശ്രീജിത്തെ, ഇന്നലെ 17 വെട്ടെന്നുള്ള 24 വെട്ടാക്കിയിരിക്കുകയാണ്. 24 വെട്ടിൽ കേരളത്തിൽ ഒന്ന് ശാന്തമായെങ്കിലും തമിഴ്നാട്ടിൽ ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് പോയിരിക്കുകയാണ്. നമുക്കറിയാം, ഗോകുലം ചിട്ടി ഫണ്ട് കേരളത്തിൽ മാത്രമല്ല ഇവർക്ക് ബ്രാഞ്ച് ഉള്ളത്, തമിഴ്നാട്ടിൽ ഏറെ ബ്രാഞ്ചുകളുണ്ട്. ഒരുപാട് അതിനകത്ത് ഫണ്ട് സാധാരണ ജനങ്ങളാണ് ഫണ്ട് വിനിയോഗിക്കുന്നവരുണ്ട്. അപ്പം എത്രയെന്ന് പറഞ്ഞാലും ഈ ഒരു വിഷയം തമിഴ്നാട്ടിൽ വിവാദമാവാനുള്ള കാരണം നമുക്കറിയാം. ഈ സിനിമയിൽ നെടുമ്പള്ളി ഡാം എന്നുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അപ്പം നെടുമ്പള്ളി ഡാം എന്നുള്ളത് മുല്ലപ്പെരിയാർ ഡാമിനെ ആശയപരമായിട്ട് വിനിയോഗിച്ചു എന്നുള്ള രീതിയിലാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ തകർക്കും എന്നുള്ളൊരു പരാമർശത്തെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ജനങ്ങൾക്ക് വിവാദം ഉണ്ടാകാൻ തന്നെ കാരണം അത് നമുക്കറിയാം. മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഒരു അന്തർധാര തന്നെയാണ്. ഇവിടുത്തെ കേരളത്തിലെ ജലം അവർ ഉപയോഗിക്കുകയും ഒരു വലിയ വിവാദ വിഷയമാണല്ലോ കേരളത്തിൽ. വർഷങ്ങളായി തന്നെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു വർഷങ്ങളോളം സമരങ്ങൾ പോയിട്ടുണ്ട്. അവിടുത്തെ നാട്ടുകാർ ഇപ്പോഴും സമരത്തിലാണോ? അതെ, ഇപ്പോഴും സമരത്തിലാണ്. സുപ്രീം കോടതിയിൽ വരെ നമ്മളുടെ അതിന്റെ കേസ് കിടപ്പുണ്ട്. കാരണം മുല്ലപ്പെരിയാർ ഡാം വീണ്ടും റീകൺസ്ട്രക്ഷൻ ചെയ്യണം എന്നുള്ള നിലപാടിലാണ് കേരളം ഉറച്ചു നിൽക്കുന്നതെങ്കിലും പക്ഷേ അവിടുത്തെ ജലവിതരണം നിന്നാൽ അത് കേരളത്തെയും ബാധിക്കും. കാരണം നമുക്കറിയാം, അവിടുന്ന് പച്ചക്കറികളായാലും ഈ പറയുന്നത് പോലെ കോഴി, മറ്റേ പശു, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ഇറക്കുമതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പം നമ്മുടെ ഒരു ഭക്ഷ്യം, അതായത് നമ്മുടെ ഒരു ഭക്ഷണത്തിൻ്റെ ഭൂരിഭാഗവും നമ്മൾ ആശ്രയിക്കുന്നത് തമിഴ്നാടിനെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള ജലമാണ് അവിടുത്തെ കർഷകർ കൂടുതലും ഏറെയും കമ്പം, തേനി ആ പ്രദേശങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അവരെ വല്ലാതെ ബാധിക്കും. അത് കേരളത്തിനും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും ഒരു റീകൺസ്ട്രക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. കാരണം ഒരിക്കലും തമിഴ്നാട് ജനങ്ങൾ ആഗ്രഹിക്കില്ല നമ്മൾ മരിക്കണമെന്ന്. അത് ചിന്തിക്കാൻ പോലും അവരും മനുഷ്യരല്ലേ. രണ്ട് സംസ്ഥാനങ്ങളാണെങ്കിൽ ഒരു അമ്മ പറ്റ മക്കൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പം അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കില്ല, അവർക്ക് കുടിവെള്ളം നൽകാതെ ഇരിക്കാൻ നമ്മളും ആഗ്രഹിക്കത്തില്ല. പക്ഷെ ഇതൊരു സമാസമം ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് എന്ത് തന്നെയായാലും ഈ ഒരു എമ്പുരാൻ സിനിമയിൽ പരാമർശിക്കുന്നത് ഞങ്ങൾ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിച്ചാണെങ്കിലും ഞങ്ങൾ അധികാരത്തിൽ, ഇത് വലിയൊരു വിവാദമായി മാറിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ തമിഴ്നാട് ഫാർമേഴ്സ് പ്രൊട്ടക്ഷൻ അസോസിയേഷൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഇപ്പോൾ ചേർന്നിട്ട് ഈ സിനിമ ബാൻ ചെയ്യണം. സിനിമ ഇറങ്ങിയ ശേഷം എല്ലായിടത്തും ഒരു തലവേദനയായി മാറുകയാണ്. വല്ലാത്തൊരു തലവേദന തന്നെയാണ്. അത് ഒരു രാഷ്ട്രീയ മത വിമർശനങ്ങൾ മാത്രമല്ല, രണ്ട് വിഭാഗങ്ങളിലുള്ള മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുക മാത്രമല്ല, ഇപ്പൊ രണ്ട് സംസ്ഥാനങ്ങൾ, ഈ പലവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ അടിക്കേണ്ടുന്ന രീതിയിലോട്ട് എമ്പുരാൻ സിനിമ മാറിയിരിക്കുകയാണ്. നമ്മൾ ഒരു വിമർശനം മാത്രമല്ല, ഇപ്പൊ സംഘപരിവാർ RSS ഇതിനെതിരെ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ തമിഴ്നാട് വിമർശനവുമായിട്ട് വന്നിരിക്കുകയാണ്. അത് സംഘപരിവാറും RSS ഒന്നും അല്ലല്ലോ, അവിടുത്തെ ജനങ്ങളാണ്, സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ഒരു വിമർശനവും വിവാദവും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെയും ഈ പറഞ്ഞതുപോലെ UDF, LDF, BJP ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല ഈ സിനിമ നിർത്തലാക്കണം, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ഒരു പാർട്ടിയും രംഗത്തെത്തിയില്ലെങ്കിലും സാധാരണ ജനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ അവരവരുടെ വിഷമങ്ങൾ, ലാലേട്ടൻ എന്നൊക്കെ പറയുന്നത് മലയാളികളുടെ പ്രിയങ്കരനാണ്, മലയാളികൾ ഏറ്റെടുത്ത ഒരു നടനാണ്. അപ്പൊ അദ്ദേഹം ഇത്തരത്തിലുള്ള സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള രീതി വന്നപ്പോഴത്തേന് ജനങ്ങളെ ഇളകി മറിയുകയാണ് ചെയ്തത്. അവരുടെ വിമർശനമാണ് മോഹൻലാലും ഈ പറഞ്ഞതുപോലെ ഗോകുലത്തിന് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ. ഈ ഗോകുലം ഗോപാലൻ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ആ 24 ഭാഗങ്ങൾ കട്ട് ചെയ്തതെന്ന് വാർത്തകളും വരുന്നുണ്ട്. വലിയ രീതിയിൽ പ്രതിസന്ധിയിലായി. കാരണം പൃഥ്വിരാജ് ഇപ്പോഴും മൗനത്തിലാണ്, മുരളീഗോപി മൗനത്തിലാണ്. ഈ രണ്ട് വ്യക്തികളാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞ ഇതിന്റെ മെയിനായിട്ട് മാസ്റ്റർ ബ്രെയിൻ, ഇലുമിനാറ്റി എന്ന് തന്നെ പറയാം. മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ. പക്ഷെ അവര് മൗനത്തിലാണ്. അമ്മ വരുന്നു, മല്ലിക സുകുമാരൻ മാത്രം വന്ന് എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല, അല്ല എന്റെ മകൻ നിരപരാധിയാണ്, മകനെതിരെ പറയുന്നവരെല്ലാം ദൈവം പഠിപ്പിക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഞാനാണെങ്കിൽ എൻ്റെ ഒരു മകൻ വളർന്നു വരുവാണ് ഇത്തരത്തിൽ സമൂഹത്തിൽ സ്പർദ്ധയും, അല്ലെങ്കിൽ ഇത്തരത്തിൽ അവൻ്റെ ആശയങ്ങളാണെങ്കിലും അവൻ്റെ എഴുത്താണെങ്കിലും അല്ലെങ്കിൽ അവൻ്റെ വാക്കുകളാണെങ്കിലും സമൂഹത്തിന് സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലാണ് ഞാൻ വിലക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇത് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് രാഷ്ട്രീയക്കാർ തമ്മിലുള്ള തമ്മിലടി അല്ല ശ്രീജിത്ത്, ഇത് ശരിക്കും മതവിഭാഗങ്ങൾ തമ്മിലുള്ളതാണ്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ
തമ്മിലുള്ള മനുഷ്യർ തമ്മിലാണ് കൂട്ടിയടിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ചരിത്രമൊക്കെ വിളിച്ചു പറയുന്നതിലോ ആവിഷ്കാര സ്വാതന്ത്ര്യം നേടുന്നതിലോ ഒന്നും കുഴപ്പമില്ല. പക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യം അനാവശ്യ സ്വാതന്ത്ര്യമായിട്ട് മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. എന്ത് തന്നെയായാലും തമിഴ്നാട് ഇത് വലിയ വിമർശനവുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ നെടുമ്പള്ളി അണക്കെട്ട് തകർക്കണം എന്ന പരാമർശമാണ് വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർക്കുക എന്ന ആശയം ഉൾക്കൊള്ളുന്ന സിനിമയ്ക്ക് നൽകിയ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സെൻസർ ബോർഡ് റദ്ദാക്കണം, തമിഴ്നാട്ടിൽ സിനിമയുടെ പ്രദർശനം തമിഴ്നാട് സർക്കാർ നിരോധിക്കണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഈ ഒരു അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്. തമിഴക വാഴ്വൂരിമൈ കക്ഷിയും സിനിമയ്ക്കെതിരെ എതിർപ്പുമായി പുതിയ രാഷ്ട്രീയ പാർട്ടികൾ. അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ 2 ദിവസമായി ഇത്തരം പ്രക്ഷോഭങ്ങൾ തുടങ്ങി വരുന്നതേ ഉള്ളല്ലേ. കാരണം ചിലപ്പോൾ ഇനി വലിയ രീതിയിൽ ആളി കത്താനും സാധ്യതയുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം, ഈ മുല്ലപ്പെരിയാർ പൊട്ടുന്ന ഭാഗം അല്ലെ പൊട്ടിക്കുമെന്ന് പറയുന്നതൊന്നും അതിൽ നിന്ന് കട്ട് ചെയ്തതായി വ്യക്തമല്ല. ഇല്ല, അതൊന്നും കട്ട് ചെയ്തിട്ടില്ല. കാരണം ജനങ്ങളെ ഞങ്ങൾ ഇത് പൊട്ടിച്ചാണെങ്കിലും കൊല്ലും എന്നൊക്കെ പറയുന്നത് ഒരു വലിയ വിമർശനങ്ങളിലോട്ടാണ് പോകുന്നത്. ശരിക്കും ഈ സിനിമ കണ്ടവർക്ക്, അതിൽ ഡീപ്പായിട്ട് അത് മനസ്സിലാക്കിയവർക്ക് അറിയാം, അതിൽ ഓരോ പോയിന്റ്, ഓരോ സെഷനും മതതീവ്രവാദം മാത്രമല്ല, മതസ്പർദ്ധ മാത്രമല്ല, രാഷ്ട്രീയം മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അല്ല, ഈ കഥ മതങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം, കേന്ദ്ര ഏജൻസികളെ അപമാനിക്കാൻ ശ്രമം, പിന്നീട് തീവ്രവാദി ക്യാമ്പുകളെ എല്ലാം വെള്ളപൂശുന്ന തീവ്രവാദി ക്യാമ്പിലുള്ള പൃഥ്വിരാജിനെ. അതെ, ലഷ്കർ-ഇ തൊയ്ബ അത് വ്യക്തമായിട്ട് അതിനകത്ത് എഴുതുന്നുണ്ട്. ആ സീൻ കാണിക്കാൻ താഴെ ഇങ്ങനെ ലഷ്കർ-ഇ തൊയ്ബ എന്ന് എഴുതുന്നുണ്ട്. ഈ ഒരു തീവ്രവാദി സംഘടന, അതിനോടൊപ്പമാണ് ഈ സംസ്ഥാനങ്ങളെ തമ്മിലടിപ്പിക്കുക. പിന്നെ രാഷ്ട്രീയ പാർട്ടികളെ പിന്നെ പറയണ്ട, പിന്നെ അത് അവർക്ക് പ്രശ്നമില്ലല്ലോ. കേരളത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയും ഇന്ന് തന്നെ പി ജയരാജനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ഇതിനകത്ത് തിരുവാതിര കളിയെ പറ്റി പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ ഒരു കലയായിട്ട് കാണും, ഇതൊക്കെ ഒരു സിനിമയായിട്ട് കാണും, സിനിമയായിട്ട് അവർക്കതൊന്നും പ്രശ്നമില്ല. അവരുടെ തിരുവാതിര കളിയായാലും അവരുടെ വേറെ എന്ത് തന്നെയായാലും അവർക്കൊന്നും ഒരു വിഷയമല്ല. പക്ഷേ അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് രാഷ്ട്രീയം. പക്ഷേ ജനങ്ങൾ തമ്മിൽ അടിക്കുന്നതെന്ന് പറയുന്ന അവിടെ വലിയൊരു മതത്തിൽ കയറി വൃണപ്പെടുത്തരുത്, ഒന്നാമത്തത്. രണ്ടാമത് ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾ തമ്മിൽ അടിപിടി കൂടുന്ന രീതിയിലേക്ക് നയിക്കുക. അപ്പം അത്രയേറെ തീവ്രവാദം നമ്മുടെ ദേശീയ പതാകയെ പോലും പരാമർശിക്കുന്ന തരത്തിൽ ആദ്യം അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നീട് സെൻസർ ബോർഡ് അത് കട്ട് ചെയ്യുകയായിരുന്നു. ഇപ്പം അവർ സ്വമേധയാ വന്ന് കട്ട് ചെയ്യേണ്ടുന്ന അവസ്ഥയുണ്ടായി. കാരണം ഗോകുലത്തിനായാലും മോഹൻലാലിനായാലും നന്നായിട്ട് അറിയാം മലയാളികൾ എന്താണ്. ഇവർക്ക് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും അവർക്ക് ഭീഷണി വന്നിട്ടില്ലെങ്കിലും ആരൊക്കെയോ അവരുടെ കൂടെ ഉള്ളവർ, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ സൗഹൃദത്തിലുള്ളവർ തന്നെ പറഞ്ഞു ഇത് തെറ്റാണ്, ഇത് വലിയൊരു വിപത്തിലോട്ട് പോകും, നിങ്ങളത് തടയിടണം എന്ന് പറഞ്ഞതുകൊണ്ട് 17 കട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞെടുത്ത് 24 കട്ട് ചെയ്ത് അത്യാവശ്യം ഒന്ന് വെടുപ്പൊക്കെ ആക്കി. എമ്പുരൻ ഇപ്പം ഏത് സീനായെന്ന് ചോദിച്ചാൽ അറിയില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. കേരളത്തിൽ കെട്ടടങ്ങി എന്ന് പറയാറുമായിട്ടില്ല. അതിനിടയ്ക്കാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ വിവാദങ്ങളിലോട്ടും വിഷയങ്ങളിലോട്ടും പോകാൻ സാധ്യതയുണ്ട്. ഉത്തരേന്ത്യ മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇതിനെതിരെ ചർച്ചകൾ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രധാനമന്ത്രി മോദിക്കെതിരെയുള്ള വിവിധ പരാമർശങ്ങളും അതേ മത തീവ്രത വ്രണപ്പെടുത്തുന്ന തരത്തിലുമൊക്കെ നമുക്കറിയാമല്ലോ. അത് ഞാൻ ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഗുജറാത്ത് കലാപമൊക്കെ ഏകപക്ഷീയമായി കാണിച്ചു എന്നുള്ള രീതിയിലൊക്കെ വലിയ വിമർശനങ്ങളാണ് പുറം സംസ്ഥാനങ്ങളിലൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇനി വിദേശ രാജ്യങ്ങളിലോട്ട് പോകുമ്പം തന്നെ അവിടെ ഒരു തീവ്രവാദ സംഘടനയുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഹോളിവുഡ് സിനിമകളിൽ പോലും കാണിക്കാൻ പാടില്ലാത്ത ചില രംഗങ്ങൾ, അല്ലെങ്കിൽ കാണിക്കാൻ മടിക്കുന്ന പല ഭാഗങ്ങളും കൃത്യതയോടെ തന്നെ ഈ എമ്പുരാൻ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് നട്ടലിൻ്റെ നല്ല നിവൃത്തിയുള്ള, നല്ല ബലമുള്ള നട്ടലാണോ അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവം ഉള്ളിലുള്ളതാണോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും രാജ്യത്തുടനീളം ഇത് പ്രക്ഷോഭം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം RSSന്റെ മുഖപത്രം ഓർഗനൈസർ വലിയ രീതിയിൽ ഇതിനെ തുടർന്നു പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ തുടർന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ തന്നെ ഈ വിവാദങ്ങൾ ശ്രദ്ധിക്കും. എന്തായാലും ഇനി സംസ്ഥാനങ്ങൾ തമ്മിൽ അടിപിടി കൂടാതെ അതിനു മുമ്പ് ഇതിന് ഏകദേശം ഒരു പരിസമാപ്തി ഉണ്ടാകട്ടെ.